ഈ ഒരു തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ പിതാവിനെ, ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികളുടെയും നാമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ നമ്മുടെ മധ്യയെ ഞാൻ സ്വാഗതം ചെയ്യും. നമ്മുടെ ലോകത്തെ പ്രധാനപ്പെടുന്ന ആരംഭിക്കുകയാണ്. നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുവാനും സ്നേഹക്കൂട്ടായ്മ വളർത്തുവാനും വേണ്ടിയാണ് ഓരോ വർഷവും നമ്മൾ ലോകത്തിനായി ആഘോഷിക്കുന്നത്. അലങ്കാരങ്ങളും ആഭരണങ്ങളും ഉള്ളടക്കങ്ങളും ഒന്നുമില്ലാതെ ശക്തിയോടെ വിശ്വാസ സ്നേഹ പശ്ചാത്തലത്തിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വർഷത്തെ തിരുനാളാഘോഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ദൈവാനുഗ്രഹ സമ്പൂർണ്ണമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ നേരുന്നു. സ്നേഹത്തിലും സാഹോദര്യത്തിലും ഐക്യത്തിലും ഒരേ വിശ്വാസത്തിലും ഒരേ ദൈവഭക്തിയിലും നമ്മൾ വളർന്നു വരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സർവശക്തനായ ദൈവമേ, എല്ലാ അനുഗ്രഹങ്ങളുടെയും കൃപകളുടെയും ഉറവിടം അങ്ങാണല്ലോ. നിങ്ങളുടെ ഇടവക തിരുനാൾ ആരംഭിക്കുന്ന ഈ സുദിനത്തിൽ അങ്ങേ നാമം ഞങ്ങൾ പ്രകടിപ്പിക്കുകയും അങ്ങേ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തിരുനാൾ ദിനങ്ങളെ പുണ്യദിനങ്ങളാക്കി മാറ്റണമേ. തിരുനാൾ ആഘോഷത്തിലൂടെ ഞങ്ങളുടെ ജീവിതം യഥാർത്ഥ സമാധാനത്തിലേക്കും ദൈവിക സന്തോഷത്തിലേക്കും അനുഗ്രഹിക്കണമേ. ഈ തിരുനാളിൽ ഞങ്ങൾ ശ്രമിക്കുന്ന തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാനസാന്തരത്തിന് ഉപകരിക്കുമാറാകണമേ. ഞങ്ങൾ അർപ്പിക്കുന്ന ബലികൾ വിശുദ്ധീകരണത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകുമാറാകട്ടെ. പീഠത്തിലും ഞങ്ങൾ അർപ്പിക്കുന്ന ബലി ഞങ്ങൾക്ക് രക്ഷാകരമായി ഭവിക്കുകയും ചെയ്യണമേ. വിശുദ്ധ ഫ്രാൻസിസ് സേവരുടെ വചന പ്രബോധന ശക്തിയിൽ ഞങ്ങൾ ആഹ്ലാദിക്കുവാനും അദ്ദേഹത്തിൻ്റെ വചന സുവിശേഷത്തിലൂടെ അനേകം മാനസാന്തരപ്പെട്ടതുപോലെ ഞങ്ങൾ മാനസാന്തരപ്പെടുവാനും അങ്ങേ മണ്ണിലേക്ക് കൂടുതൽ വരുവാനും പ്രയത്നം ചെയ്യണമേ. സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനും പ്രയത്നം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
മറിയമേ സ്വസ്തി. കർത്താവ് നിങ്ങളോടുകൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏവരെയും ചൊരിയണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കേവർക്കും ദിവ്യബലിക്കായി ഭക്തി ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ, നമ്മുടെ ഇടവക തിരുനാൾ ആരംഭിക്കുന്ന ഈ സുദിനത്തിൽ നമ്മുടെ തിരുനാൾ ദിനങ്ങൾ അനുഗ്രഹങ്ങളുടെ ദിനങ്ങളായിരിക്കുവാൻ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾക്കായി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ തിരുനാൾ ദിനങ്ങളിൽ നിങ്ങളെല്ലാവരും ദേവാലയത്തിൽ വന്ന് ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് വചനപ്രഘോഷണം കേട്ട് മാനസാന്തരപ്പെടുവാനും കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാനും കൂടുതൽ ക്രിസ്തീയ ചൈതന്യം ഉൾക്കൊള്ളുവാനും നിങ്ങൾ ശ്രമിക്കണം. അതിനുവേണ്ടിയുള്ള ദിനങ്ങളാണ് ഈ അനുഗ്രഹീതമായ തിരുനാൾ ദിനങ്ങൾ. ദൈവം തൻ്റെ ഏകപുത്രനെ ലോകത്തിൽ അയച്ചത് നമ്മോടുള്ള
ഏറ്റവും വലിയ നിത്യമായ സ്നേഹവും കാരുണ്യവും കൊണ്ടാണ് എന്ന് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും അനുഭവിച്ച് അവിടുത്തെ സ്നേഹിച്ച് ആരാധിച്ച് സുവിശേഷ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ ചരിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിച്ചിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നാം അതിനോട് ക്രിയാത്മകമായി പ്രത്യുത്തരിക്കുകയും ദൈവത്തിൻ്റെ ഈ പദ്ധതി, ഈ രക്ഷാകര പദ്ധതി നമ്മിൽ പൂർത്തീകരിക്കുവാൻ നമ്മൾ സഹകരിക്കണം. അതിനായി നമ്മൾ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. അങ്ങനെ തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ ആദ്യമേ നേരുന്നു. തിരുനാൾ ഏറ്റവും നല്ല വിശ്വാസ സ്നേഹ അനുഭവമായി തീരുവാൻ ഇടയാകുമാറാകട്ടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ ദൈവത്തിനു മഹത്വം. സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. ആരാധിച്ചമ്മ വാഴ്ത്തുന്നു.
സർവശക്തനും നിത്യനുമായ ദൈവമേ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ സുവിശേഷ പ്രഘോഷണത്താൽ ഞങ്ങളുടെ രാജ്യത്ത് അനേകം ജനങ്ങളെ അങ്ങേക്ക് വേണ്ടി നേടുവാൻ അങ്ങ് അനുഗ്രഹിച്ചുവല്ലോ. അതേ വിശ്വാസ തീഷ്ണതയാൽ വിശ്വാസികളുടെ മാനസങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും തിരുസഭ എല്ലായിടത്തും നിരവധി സന്താനങ്ങളാൽ ആനന്ദിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് എൽക്കാന ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്നു പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു. എൽക്കാന കുടുംബസമേതം കർത്താവിന് വർഷം തോറുമുള്ള ബലിയർപ്പിക്കാനും നേർച്ച നിറവേറ്റാനും പോയി. എന്നാൽ ഹന്ന പോയില്ല. അവൾ ഭർത്താവിനോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ മുലകുടി മാറട്ടെ, അവൻ കർത്തൃസന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിന് അപ്പോൾ കൊണ്ടുവന്നുകൊള്ളാം. പിന്നീട് 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, 1 ഏഫ മാവ്, 1 കുടം വീഞ്ഞ് എന്നിവയോടുകൂടെ അവൾ അവനെ ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. സാമുവേൽ അപ്പോൾ ബാലനായിരുന്നു. അവർ കാളക്കുട്ടിയെ ബലിയർപ്പിച്ചു. അനന്തരം ശിശുവിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ പറഞ്ഞു, ഗുരു, ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആ ജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ചു തളരുന്നു.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യശീലം, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരരായിരിക്കുവിൻ. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവരോട് നിർദ്ദയമായി പെരുമാറരുത്. കുട്ടികളെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ഇത് കർത്താവിന് പ്രീതികരമത്രേ. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷരാകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അവിടുത്തെ പുത്രന്റെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
ക്രിസ്തുവിൽ പ്രിയ സഹോദരരെയും ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷകരിൽ ഒരുവനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. 16-ാം നൂറ്റാണ്ടിൽ അനേകം വൈദികർ മിഷണറിമാരായി ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും പോയതാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിന് വലിയ എതിർപ്പുകളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. ഏഷ്യയിലെ രാജ്യങ്ങളിലും അതേ സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വലിയ പണ്ഡിതനും ബുദ്ധിമാനുമായിരുന്നു. അദ്ദേഹത്തിന് 16-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഇഗ്നേഷ്യസ് ലയോള അതിനേക്കാളും പണ്ഡിതനും അദ്ദേഹത്തെക്കാളും ബുദ്ധിമാനും അദ്ദേഹത്തെക്കാളും ധനികനുമായിരുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം വായിച്ച് പഠിച്ച് ധ്യാനിച്ച ഇഗ്നേഷ്യസ് ലയോള തൻ്റെ ജീവിതം ക്രിസ്തുവിന് പൂർണ്ണമായി സമർപ്പിച്ചു. തൻ്റെ പുതിയ ജീവിത ശൈലി ക്രിസ്തുവിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടുള്ള പുതിയ ജീവിത ശൈലി പിന്തുടരുവാൻ അദ്ദേഹം കുറേ ശിഷ്യന്മാരെ സമ്പാദിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം സൊസൈറ്റി ഓഫ് ജീസസ് എന്ന നാമത്തിൽ ഒരു സന്യാസ സമൂഹം സ്ഥാപിക്കുകയും ചെയ്തു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിത ശൈലി കണ്ട് അനേകം പേർ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിത്തീർന്നു. സൊസൈറ്റി ഓഫ് ജീസസ് സഭയിലെ അംഗങ്ങളായി തീരുകയും ചെയ്തു. അവരും പൂർണ്ണ സമയം സുവിശേഷം പ്രഘോഷിക്കുന്നവർ ആയിത്തീർന്നു. അവരുടെ സുവിശേഷ പ്രഘോഷണ ചൈതന്യത്താൽ ആകർഷിക്കപ്പെട്ട് മറ്റനേകം വൈദികർ ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും കടന്നു ചെന്നു സുവിശേഷം പ്രസംഗിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുവാനും. അവരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ തനിക്ക് യോജിച്ച വലിയ തീക്ഷ്ണമതിയായ ഒരു സുവിശേഷ പ്രഘോഷകൻ ആയിത്തീരണം എന്ന് ഇഗ്നേഷ്യസ് ലയോള ആഗ്രഹിച്ചു. അതിന് ഫ്രാൻസിസ് സേവ്യറിനെ അദ്ദേഹം സുവിശേഷം പഠിക്കുകയും ക്രിസ്തു ചൈതന്യം സ്വന്തമാക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഒരുവൻ ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു നേട്ടം എന്ന വലിയ സുവിശേഷ വചനം ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവ്യറിൻ്റെ മുൻപിൽ അവതരിപ്പിച്ചു. ഫ്രാൻസിസ് സേവ്യർ ആ വചനത്തെക്കുറിച്ച് ആലോചിച്ചു, അതിനെക്കുറിച്ച് ധ്യാനിച്ചു. അത് തനിക്കൊരു വലിയ വെല്ലുവിളിയാണല്ലോ വയ്ക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ക്രിസ്തു സ്നേഹത്തിൽ വളർന്നു കഴിഞ്ഞിരുന്ന ഫ്രാൻസിസ് സേവ്യർ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും ആ വിളി അനുസരിച്ച്
ജീവിതം പുനഃക്രമീകരിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് യൂറോപ്പിൽ എങ്ങും ചുറ്റി നടന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ അവസരമുണ്ടായിരുന്നു. അതിനുള്ള പ്രാഗൽഭ്യവും ഭാഷകളുടെ അറിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ആഗ്രഹിച്ചത് ഏഷ്യയിലേക്ക് വരുവാനാണ്. അങ്ങനെയാണ് അദ്ദേഹം 1542 ഇന്ത്യയിൽ ഗോവയിൽ എത്തിച്ചേർന്നത്. അന്ന് മുതൽ 10 വർഷക്കാലം അദ്ദേഹം കടലോരങ്ങളിലൂടെ സുവിശേഷം പ്രസംഗിച്ച് കന്യാകുമാരി വരെ എത്തി. പിന്നെ മറ്റ് പ്രദേശങ്ങളിലും ചൈന വരെ എത്തുന്ന സുവിശേഷ പ്രഘോഷണം നടത്തിയത്. ക്രിസ്തുവിൻ്റെ സുവിശേഷം എല്ലാ മനുഷ്യർക്കും രക്ഷയുടെ സന്ദേശമാണ്. ദൈവത്തെ സ്നേഹിക്കുവാനും മനുഷ്യരോട് സ്നേഹവും കാരുണ്യവും കാണിക്കുവാനുള്ള ക്ഷണമാണ് സുവിശേഷം. അന്നൊരിക്കൽ യേശുവും ശിഷ്യന്മാരും സെസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോസ് മറുപടി പറഞ്ഞു. യേശു അത് അംഗീകരിക്കുകയും പത്രോസ് ദൈവത്താൽ അനുഗ്രഹീതനാണ് എന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. പത്രോസിന് യേശു പ്രത്യേക അധികാരങ്ങൾ നൽകി. പത്രോസിൻ്റെ വിശ്വാസമാകുന്ന പാറമേൽ തൻ്റെ സഭയെ സ്ഥാപിക്കുമെന്ന് അവിടെ പ്രസ്താവിച്ചു. അത് കേട്ട ശിഷ്യന്മാർക്ക് വലിയ സന്തോഷമായി. ഈ സന്തോഷം അധിക നാളൊന്നും നിലനിന്നില്ല. കാരണം പത്രോസ് യേശുവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചതിൻ്റെ 3-ാം ദിവസം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞത് അധികാരവും അവകാശവുമൊക്കെ ലഭിക്കും എന്നതാണ്. ആ അധികാരവും അവകാശങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരായി തീരണം. എന്നെ നിങ്ങൾ പൂർണ്ണമായി അനുഗമിക്കണം. എന്നെ പൂർണ്ണമായി അനുഗമിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഉപേക്ഷിച്ച് എൻ്റെ കൂടെ നടക്കണം. അത് കേട്ടപ്പോൾ അവർക്ക് വലിയ ദുഃഖമുണ്ടായി. യേശുവിൻ്റെ തങ്ങൾക്കുള്ളതെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ച് തങ്ങളുടെ ഉറ്റവരെയും ഉടവരെയും പൂർണ്ണമായി ഉപേക്ഷിച്ച് എങ്ങനെ യേശുവിൻ്റെ ശിഷ്യരായി ജീവിക്കുവാൻ സാധിക്കുമെന്ന് അവർക്ക് ആശങ്കയുണ്ടായി. പിന്നീടുള്ള ദിനങ്ങളിലെ പ്രസംഗങ്ങളിലും അത്ഭുത പ്രവൃത്തികളിലും ആകൃഷ്ടരായി അവരുടെ സംശയങ്ങൾ നല്ല ക്രൈസ്തവരായി തീർന്നു. അതിൻ്റെ പിൻതലമുറക്കാരായ നമുക്ക് നമ്മുടെ പൂർവ്വികർക്കുണ്ടായിരുന്ന വിശ്വാസ ചൈതന്യം തീർച്ചയായും ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യണം. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ ആർഭാടങ്ങളും ആഘോഷങ്ങളും നമ്മെ സഹായിക്കുകയില്ല. നമ്മുടെ എളിമയും സഹനവും ത്യാഗവും മാത്രമാണ് അതിന് നമ്മെ സഹായിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ സുവിശേഷ മാർഗത്തിൽ എന്നും ചരിക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് നൽകണമേ എന്ന് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ, ഉറച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ മാർഗത്തിൽ വളരുവാനും മുന്നേറുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ.
നമ്മുടെ ജീവിതം ദൈവം നമുക്ക് സാധിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അക്കാര്യം നമ്മൾ പരസ്യമായി അംഗീകരിക്കുകയും ചെയ്യണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നാം ചെയ്താൽ നമുക്ക് പൂർണ്ണ വിശ്വാസത്തിലേക്ക് വളരുവാൻ സാധിക്കും. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി നമ്മൾ കൂടുതൽ എളിമയുള്ളവരാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും ക്രിസ്തുവിൻ്റെ മനോഭാവം സ്വന്തമാക്കുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർ എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെ തിരുവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൻ്റെ മനോഭാവം ഉള്ളവരായി തീരണം. അവിടുന്ന് തൻ്റെ ദൈവിക മഹത്വം മറച്ചുവെച്ച് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനായി ജീവിച്ചു. യേശു ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ തന്നെ ശൂന്യനാക്കി എന്നാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. തന്നെ ശൂന്യനാക്കുക എന്നതിൻ്റെ അടയാളമാണ് യേശുവിൻ്റെ എളിമയും യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കാരുണ്യവും മറ്റു മനുഷ്യരോട് യേശു കാണിച്ച പ്രത്യേക പരിഗണനകളും എല്ലാം. യേശുവിൻ്റെ മനോഭാവം ഉൾക്കൊള്ളാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കൂ. നമുക്ക് ക്രിസ്തുവിന് പൂർണ്ണമായി സ്വന്തമാകുവാൻ സാധിക്കൂ. ക്രിസ്തുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ സാധിക്കൂ. തൻ്റെ ദൈവികത മറച്ചു വെച്ചുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ എളിമയിലും സാഹോദര്യത്തിലും കാരുണ്യത്തിലും ജീവിച്ച ക്രിസ്തുവാണ് നമുക്ക് മാതൃക. അവിടുന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടാണ് പീഡകൾ സഹിച്ചതും മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും. ക്രിസ്തുവിൻ്റെ ജീവിതം ഇന്നും നമ്മിലൂടെ ലോകത്തിൽ തുടരേണ്ടിയിരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിനെ പോലെ പീഡകൾ സഹിക്കണം, ക്രിസ്തുവിനോടൊപ്പം മരിക്കണം, ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കണം. അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ സ്നേഹവും കാരുണ്യവും സ്വന്തമാക്കുവാനും ആ സ്നേഹവും കാരുണ്യവും അന്യരോട് കാണിക്കുവാൻ നാം എളിമയുള്ളവരാകണം, സന്മനസ്സുള്ളവരാകണം. അതെല്ലാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യങ്ങളാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ വചനപ്രഘോഷണം കേൾക്കും, തിരുവചന വ്യാഖ്യാനം നിങ്ങൾ കേൾക്കും. അവിടെയൊക്കെ ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുവാൻ വേണ്ട ശക്തി നമുക്ക് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ക്രിസ്തീയ ജീവിതം പരിപോഷിപ്പിക്കുവാനും ക്രിസ്തീയ ജീവിതം പൂർണ്ണമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനയും ആശംസയും. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ വളരെ ക്ലേശങ്ങൾ സഹിച്ചു, പീഡനങ്ങൾ സഹിച്ചു. അവയ്ക്കെല്ലാം വലിയ പ്രതിഫലം ദൈവം ഫ്രാൻസിസ് സേവ്യറിന് നൽകുകയും ചെയ്തു. ദൈവം അവിടുത്തെ ജീവിതം, ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതം സ്വീകരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണ മാതൃക നമ്മൾ അനുകരിക്കുവാനും സുവിശേഷ മാർഗത്തിൽ എന്നും ജീവിക്കുവാനും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സാധിക്കും. ഈ ആഗ്രഹം നിങ്ങൾക്ക് നൽകണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങളെല്ലാവരും, നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പൂർണ്ണ ശിഷ്യരായി തീരുവാൻ ഇടയാകുമാറാകട്ടെ. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
പ്രിയ സഹോദരരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യമായ ദൈവബലി അർപ്പിക്കുവാൻ ഈ ആലയത്തിൽ നമ്മൾ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ നമ്മുടെ മേൽ ധാരാളമായ സ്വർഗീയ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് ഇപ്പോൾ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കൃപാനിധിയായ പിതാവേ, ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും എല്ലാ മെത്രാന്മാരെയും ഏറെ പ്രത്യേകമായി തിരുനാൾ പ്രാരംഭ ദിനമായ ഇന്ന് ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ഞങ്ങളുടെ രൂപതാ അധ്യക്ഷൻ അഭിവന്യ വിൻസെന്റ് സാമുവൽ പിതാവിനെയും ഇടയധർമ്മം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇടവക വികാരി മോൺസിഞ്ഞോർ ഡി സെൽവരാജൻ അച്ഛനെയും ഇടവക ജനത്തെ വിശ്വാസപാതയിൽ നയിക്കുന്നതിന് അക്ഷീണം പ്രയത്നിക്കുന്ന സഹവികാരി അനുരാജ് അച്ഛനെയും സഹകാർമ്മികരായ റവറൻ ഡോക്ടർ വിൻസെന്റ് സാബു അച്ഛനെയും ബഹുമാനപ്പെട്ട പ്രവീൺ അച്ഛനെയും ഇടവക പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായിരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ സിസ്റ്റേഴ്സിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ പ്രഘോഷണ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങേ പ്രേക്ഷിത തുടരുവാൻ കത്തോലിക്ക തിരുസഭയിൽ ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാൻ കൃപയേകണമേ. ദൈവപിതാവിൻ്റെ സ്വർഗീയ ആരാമത്തിൽ വേലക്കാരനാകുവാനും അനേകം ആത്മാക്കളെ സ്വർഗത്തിനായി സ്വന്തമാക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ധാരാളം പൗരോഹിത്യ സന്യസ്ത ദൈവവിളികൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്രഷ്ടാവായ സ്നേഹസാല, ഞങ്ങളുടെ രാജ്യത്തെയും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെയും അങ്ങേ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ. എല്ലാ രാജ്യങ്ങളും പരസ്പരം ഐക്യവും സമാധാനവും നിലനിർത്താൻ കൃപയേകണമേ. അധികാരത്തിനു വേണ്ടി രാഷ്ട്രങ്ങൾ പരസ്പരം മത്സരിച്ച് അസമാധാനവും ഭീതിയും വിതയ്ക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതിരൂപങ്ങളാക്കി ഞങ്ങളുടെ ഭരണാധികാരികളെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കനിവാർന്ന് അനുഗ്രഹിക്കട്ടെ. വിവിധ ശുശ്രൂഷ പ്രതിനിധികളെയും BCC ഭാരവാഹികളെയും അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. യേശുനാഥൻ്റെ തണലിൽ എല്ലാവരും ഒരുമയോടെ പ്രവർത്തിക്കാൻ കൃപയേകണമേ. പ്രത്യേകിച്ച് ഇന്നേ ദിനം ദിവ്യബലിക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്ന വലിയ വിള, കുളങ്ങര വിള, കാരക്കാവിള BCC യൂണിറ്റുകളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായന സ്നേഹദാത, പലവിധ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവരെയും ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. വേദനകളും ദുഃഖങ്ങളും നിരാശയും നിറഞ്ഞ ജീവിതാനുഭവത്തിൽ നിന്നും മോചനം നൽകി അങ്ങേ പ്രസാദവരത്താൽ ഏവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളുടെ പവിത്രത മനസ്സിലാക്കുന്നതിനുള്ള വിവേകം നൽകി
പരസ്പരധാരണയും സ്നേഹവും വിശ്വസ്തതയും നിലനിർത്തി മാതൃകാ കുടുംബങ്ങളെ രൂപപ്പെടുത്തുന്നതിന് അങ്ങേ കൃപാവരങ്ങൾ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുടെ ഓരോടമായ പിതാവേ, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയിൽ സേവനം ചെയ്ത് കടന്നുപോയ എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെയും അങ്ങേ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കുവാൻ കനിവുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ദയാപൂർവം ശ്രമിക്കണമേ. ഞങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരും സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുന്നവരും ആയിത്തീരുവാൻ പ്രാപ്തരാക്കണമേ. അങ്ങേ പുത്രൻ്റെ സുവിശേഷ പ്രഘോഷണ മാതൃക ഞങ്ങൾ സ്വീകരിക്കുവാനും ആ മാതൃക അനുസരിച്ച് ഞങ്ങളെന്നും സഭയിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. അറിവുള്ള ദൈവം അറിയുന്ന സ്നേഹം അറിവോടി കാഴ്ച സ്വീകരിക്കൂ. അറിവുള്ള ദൈവം അറിയുന്ന സ്നേഹം അറിവോടി കാഴ്ച സ്വീകരിക്കൂ. ആശീർവദിച്ചെന്നെ അർച്ചനയാക്കണേ ആരാധ്യമാകും തിരുസന്നിധിയിൽ. ആശീർവദിച്ചെന്നെ അർച്ചനയാക്കണേ ആരാധ്യമാകും തിരുസന്നിധിയിൽ.
ധന്യമായി തീർക്കൂ ഈ ജീവിതം. സ്നേഹമേ അലിവോടി കാഴ്ചകൾ സ്വീകരിക്കൂ. അലിവുള്ള ദൈവമേ അലിയുന്ന സ്നേഹമേ അലിവോടി കാഴ്ചകൾ സ്വീകരിക്കൂ. ആശീർവദിച്ചെന്നെ അർച്ചനയാക്കണേ ആരാധ്യമാകും തിരുസന്നിധിയിൽ. സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ സ്മരണയിൽ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ സംപ്രീതിയോടെ സ്വീകരിക്കണമേ. അദ്ദേഹം മനുഷ്യരക്ഷയ്ക്കായുള്ള ആഗ്രഹത്താൽ വിദേശ ദേശങ്ങളിലേക്ക് യാത്ര ചെയ്തതുപോലെ ഞങ്ങളും സുവിശേഷത്തിന് ഫലപ്രദമായ സാക്ഷ്യം നൽകിക്കൊണ്ട് സഹോദരരുടെ രക്ഷയ്ക്കു വേണ്ടി തിടുക്കത്തിൽ പ്രവർത്തിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഞങ്ങളുടെ രാജ്യത്തെ സഭയ്ക്കു വേണ്ടി നവയുഗത്തിന് തുടക്കം കുറിക്കുവാനും ദൈവിക ജീവന്റെ പുതുവസന്തം നൽകാനുമായി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഹൃദയത്തിൽ അങ്ങേ ആത്മാവിൻ്റെ അഗ്നി അങ്ങ് ജ്വലിപ്പിക്കുകയും ആദ്യ അപ്പോസ്തലന്മാരുടെ ധൈര്യത്തോടെ പൗരസ്ത്യദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ അദ്ദേഹത്തെ അങ്ങ് അയക്കുകയും ചെയ്തുവല്ലോ. കൂടാതെ
ഈ വിശുദ്ധൻ്റെ സമർപ്പിത ജീവിതത്തിൻ്റെ മാതൃകയാണ് ഇന്നും ഞങ്ങളെ അങ്ങ് നിരന്തരം പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മാതൃക പിൻചെന്ന് ഞങ്ങളും സുവിശേഷം പ്രസംഗിക്കുവാനും അങ്ങേക്കു വേണ്ടി വിശ്വാസികളെ നേടുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. തിരുപവ അങ്ങേ മഹിമകളാൽ നിറഞ്ഞു മറിയം വെണ്ണരവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവൃത്തിയാലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്കങ്ങ് കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദൈവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു.
വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കാമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടുള്ള അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഈ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള അവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടുകൊള്ളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ ബോധേതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താരാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾ
കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ സ്വർഗസമ്മാനമേ ദിവ്യകാരുണ്യമേ ദിവ്യമാംഭോജമേ യാത്രയിൽ ദിവ്യപാതീയമേ കടലോളം സ്നേഹമാ മരുഭൂമാ മാനസേ മലയോളം കൃപയുമാ കൃപചോദൻ ജീവനിൽ കടലോളം സ്നേഹമാ മരുഭൂമാ മാനസേ മലയോളം കൃപയുമാ കൃപചോദൻ ജീവനിൽ സ്വർഗം സ്വർഗം ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ സ്വർഗസമ്മാനമേ സർവം നീ തന്നപോ നൽകാനും നേരയാ നിന്നിൽ വളർന്നിടാ അഴിയാനും നേരയാ സർവം നീ തന്നപോ നൽകാനും നേരയാ നിന്നിൽ വളർന്നിടാം അഴിയാനും നേരയാ സർവം ചിന്താനം തിരുവിഷ്ടം എന്നിൽ
കൂടുതൽ യോഗ്യതയോടെ ചരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം വാഗ്ദാനം ചെയ്യപ്പെട്ട സമ്മാനം സൽപ്രവൃത്തികളാലും സുവിശേഷ പ്രഘോഷണ സാക്ഷ്യത്താലും ഞങ്ങൾ സംപ്രാപിക്കുവാൻ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. പ്രിയ സഹോദരനെ, തിരുനാൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ തിരുനാൾ ദിനങ്ങൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളുടെ ദിനമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് അതിനായി ആശംസകൾ നേരുകയും ചെയ്യുന്നു. ക്രൈസ്തവ ജീവിതം ശക്തി പ്രാപിക്കുന്നതും മഹത്വം പ്രാപിക്കുന്നതും നമ്മുടെ സന്മനസ്സുകൊണ്ടും വിശ്വാസ തീക്ഷ്ണത കൊണ്ടും സ്നേഹ ചൈതന്യം കൊണ്ടുമാണ്. ഇവയെല്ലാം നമുക്ക് ലഭിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഇവയെല്ലാം നമുക്ക് നൽകുവാൻ ദൈവത്തോട് അപേക്ഷിക്കണം ഈ ദിനങ്ങളിൽ. അങ്ങനെ നിങ്ങളുടെ ഈ വർഷത്തെ തിരുനാൾ ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളായി തീരുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ സുവിശേഷ പ്രഘോഷണത്താൽ സുവിശേഷ വെളിച്ചം നിങ്ങൾക്ക് നൽകിയ ദൈവം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ദാനങ്ങൾ കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ യേശുക്രിസ്തു വിശ്വാസത്തിൻ്റെ ഉദ്ബോധനങ്ങളാൽ നിങ്ങളെ പരിപോഷിപ്പിക്കുകയും ദിവ്യകർമ്മങ്ങളാൽ നിങ്ങളെ എന്നും ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സത്യവിശ്വാസത്താൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയ പരിശുദ്ധാത്മാവ് ക്രിസ്തീയ ജീവിതവും സ്വർഗീയ ദാനങ്ങളും വഴി നിങ്ങൾക്ക് സമൃദ്ധമായ സൗഭാഗ്യം നൽകുമാറാകട്ടെ. ഇവിടെ സമ്മേളിച്ച നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, 2024 തിരുനാൾ ആഘോഷത്തിന് നമ്മളിന്ന് ആരംഭം കുറിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു ദിവസത്തിന് സ്നേഹപൂർവ്വം ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് ഈ ഒരു തിരുനാൾ ആഘോഷത്തിന് ഏറ്റവും മനോഹരമായിട്ടുള്ള തുടക്കം കുറിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചു. നമ്മെ സംബന്ധിച്ച് വലിയ ആനന്ദത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെതുമായ ഒരു ദിനമാണിന്ന്. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ അഭിമന്യ പിതാവിൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും നമുക്ക് ലഭിച്ച ദിവസം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും വളരെയേറെ സന്തുഷ്ടരാണ്. ഈ ഒരു തിരുനാൾ ആഘോഷത്തിനായിട്ട് ഞാൻ അഭിമന്യ പിതാവിനെ ക്ഷണിക്കുന്ന അവസരത്തിൽ എനിക്കറിയാമായിരുന്നു ഡിസംബർ 8-ാം തീയതി നമ്മുടെ രൂപത ആസ്ഥാന ദേവാലയമായ ഭദ്രാസന ദേവാലയത്തിൻ്റെ മധ്യസ്ഥ തിരുനാളാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ. അതുകൊണ്ട് 8-ാം തീയതി ഒരിക്കലും ഞാൻ ക്ഷണിക്കുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ തുടക്ക ദിവസം പിതാവ് ഇതിൽ സംബന്ധിക്കാം എന്ന് ഇതിൽ പങ്കുചേരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏറെ സന്തോഷമായി. അങ്ങനെ അഭിമന്യ പിതാവ് നമ്മുടെ മധ്യയുണ്ട്.
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ 6 തിരുനാളുകളിൽ ഒരു പ്രാവശ്യം ഒഴികെ ബാക്കി എല്ലാ തവണയും പിതാവ് ഈ തിരുനാൾ ആഘോഷത്തിന് വന്നിട്ടുണ്ട്. നമ്മെ ഏറെ സ്നേഹിക്കുന്ന ഒരു പിതാവ്. നമുക്കെല്ലാവർക്കും നമ്മുടെ പിതാവിനെ കുറിച്ച് ഒത്തിരിയേറെ അഭിമാനപൂർവ്വം പറയുവാനായിട്ടൊക്കെയുണ്ട്. നമ്മുടെ നെയ്യാറ്റിൻകര രൂപതയെ മനോഹരമായിട്ട് പടുത്തുയർത്തുന്നതിൽ അഭിനന്ദ പിതാവ് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന എത്ര വലുതാണ്. അൽമായരെയും സന്യസ്തരെയും വൈദികരെയും സ്നേഹത്തിൽ ഒരുമിച്ച് ചേർത്ത് ഈ ഒരു രൂപതയെ വളർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അഭിനന്ദ പിതാവ്. രൂപതയുടെ സ്ഥാപനവും അഭിനന്ദ പിതാവിൻ്റെ നിയമനവും വളർച്ചയുടെ ഒത്തിരി വലിയ വാതായനങ്ങളാണ് നമുക്ക് തുറന്നു തന്നത്. അതിനുശേഷം കഴിഞ്ഞ 28 വർഷത്തെ മനോഹരമായ ഇടയ ശുശ്രൂഷയിലൂടെ ആത്മീയവും ഭൗതികവുമായ തലത്തിൽ ഒത്തിരിയേറെ നന്മകൾ കൊയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്നത് നമ്മെല്ലാം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മുതിർന്ന അംഗങ്ങളെല്ലാം ഓർക്കുന്നത് പോലെ നമ്മുടെ പിതാവ് വളരെ ചെറുപ്പത്തിലെയാണ് ഒരു മെത്രാനായത്. അന്ന് അഭിനന്ദ പിതാവിന് 46 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് 21 വർഷമായിട്ടുള്ള പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു പിൻബലത്തോടുകൂടെ പണ്ഡിതോചിതമായ രീതിയിൽ ആത്മീയതയിൽ മുന്നിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ശുശ്രൂഷ പ്രവർത്തനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. പലപ്പോഴും അദ്ദേഹത്തെ അടുത്തു നിന്ന് കാണുന്ന ഒരു കൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കെപ്പോഴും അഭിനന്ദ പിതാവിനെ കുറിച്ച് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഹീസ് എ ട്രൂ ടീം ലീഡർ ആൻഡ് എ വിഷണറി. എല്ലാവരെയും ചേർത്ത് ഒരു ടീമായിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി കൂടെയുള്ള ശുശ്രൂഷ പ്രവർത്തകരെയെല്ലാം ചേർത്ത് നിർത്തി ദീർഘവീക്ഷണത്തോടുകൂടെ രൂപതയെ നയിക്കുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം എപ്പോഴും മനസ്സിലുള്ള ഒരു വ്യക്തി. പുതിയ രൂപതയെ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ ഊർജ്ജസ്വലമായിട്ട് അദ്ദേഹം കെട്ടിപ്പടുത്തു. വളരെ ദീർഘവീക്ഷണത്തോടുകൂടെ പിതാവ് തുടങ്ങി വെച്ച നവീകരണ പ്രവർത്തനങ്ങൾ അല്പം ചാലഞ്ചിങ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നിൻ്റെ ലോകത്തിലൂടെ ലോകത്തിൻ്റെ ഗതിയെ പോകുന്ന ഭൗതികതയിൽ മാത്രം അമരുന്ന വ്യക്തികളെ സംബന്ധിച്ച് അതെല്ലാം വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല എങ്കിലും ആത്മീയതയിൽ ഉറച്ച ജീവിതം നയിക്കുന്ന ഓരോ രൂപതാ മക്കളെ സംബന്ധിച്ചിടത്തോളം രൂപതയിൽ അഭിനന്ദ പിതാവ് എടുത്തിട്ടുള്ള നല്ല നല്ല തീരുമാനങ്ങൾ ആത്മീയമായിട്ട് നമ്മെ തീക്ഷ്ണതയുള്ളവരാക്കുവാനായിട്ട് ഉതകുന്നതാണ് എന്നത് എനിക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന കാര്യമാണ്. പരിമിതികളേറെ ഈ രൂപതയുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ആ പരിമിതികളെയെല്ലാം വളരെ വലിയ നിറവുകളാക്കി മാറ്റുവാനായിട്ട് അഭിനന്ദ പിതാവിന് സാധിച്ചു. ശുശ്രൂഷ പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അൽമായ നേതൃത്വം വളർത്തിയെടുത്തുകൊണ്ടുള്ള ഒരു ശുശ്രൂഷ ശൈലി അഭിനന്ദ പിതാവ് സ്വീകരിച്ചു എന്ന് നിസ്തർക്കം എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ സിനഡിനെ കുറിച്ചൊക്കെ ഒത്തിരി ചിന്തിക്കുന്നവരാണ്. പക്ഷേ ഈ സിനഡാത്മകതയൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ 28 വർഷമായിട്ട് അഭിനന്ദ പിതാവ് എല്ലാവരെയും കേൾക്കുകയും എല്ലാവരുടെയും നല്ല അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ സ്വഭാവ വൈശിഷ്ട്യം പിതാവിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പിതാവിനെക്കുറിച്ച് എപ്പോഴും അഭിമാനപൂർവ്വം മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ അജപാലന സന്ദർശനം നമ്മുടെ ഇടവകയിൽ നടത്തിയപ്പോൾ പ്രതിനിധികളായി പങ്കെടുത്ത എല്ലാവരും ഓർക്കുന്നുണ്ടാവും. എത്ര നേരമാണ് പിതാവ് നമ്മളോട് ഓരോ കൊച്ചു കാര്യങ്ങൾ പോലും ചോദിക്കുകയും നമ്മളുമായിട്ട് സംവദിക്കുകയും ഒക്കെ ചെയ്തത്. അന്ന് രാവിലെ 9 മണിക്ക് ആരംഭിച്ച ആ ഒരു ദിവസത്തിൽ
ഏതാണ്ട് 2 മണി വരെ ഇവിടെ നമ്മുടെ ദേവാലയത്തിലായിരുന്നു കൊണ്ട് ജനറൽ ബോഡി മീറ്റിങ്ങിലും മറ്റും പങ്കെടുത്ത് പിതാവ് നമ്മോട് കാണിച്ച ആ ഒരു സ്നേഹം എനിക്ക് വാസ്തവത്തിൽ വളരെ അഭിമാനത്തോടു കൂടെയാണ് ഞാനത് നോക്കിക്കണ്ടത്. അത്രമാത്രം നമ്മെ ഏറെ സ്നേഹിക്കുന്ന, ജനങ്ങളെല്ലാം സ്നേഹിക്കുന്ന ഒരു ശൈലി. ഇടവക സമൂഹങ്ങളെല്ലാം ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഇടവകയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പോലും അതെല്ലാം ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും ശരിയായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് അഭിനന്ദ പിതാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മോട്, പ്രത്യേകിച്ച് ഈ ഇടവകയെക്കുറിച്ച് പലപ്പോഴും ഒരു പ്രത്യേകമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും ഒരു മുമ്പിൽ വെച്ചിട്ടുണ്ട്. എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ദേവാലയം, പുതിയ ദേവാലയം നിർമ്മിക്കുന്നില്ലേ? ഇത് ഒരിക്കലും ഇവിടെ വന്ന് എന്നോട് അതിനെക്കുറിച്ചൊക്കെ ആരാഞ്ഞു. ഇവിടെയുള്ള പരിമിതികൾ, സ്ഥലത്തിൻ്റെ പരിമിതിയെല്ലാം അഭിനന്ദ പിതാവിന് ശരിക്കും അത് ബോധ്യപ്പെട്ടു. എങ്കിലും പ്രത്യേകമായിട്ട് ഈ ദൈവജനത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിൽ കരുതലോടുകൂടെ എപ്പോഴും ഇടപെടുന്ന അഭിനന്ദ പിതാവ് ഇന്ന് ഈ ഒരു തിരുനാൾ ആഘോഷത്തിന് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നെ ഇവിടേക്ക് ഇടവക വികാരിയായിട്ട് പറഞ്ഞയച്ചപ്പോൾ എന്നോട് പറഞ്ഞത് തൽക്കാലം 1 കൊല്ലത്തേക്കൊന്ന് പോയി നോക്കാനാണ് പറഞ്ഞത് എന്നോട്. അപ്പം എനിക്കത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്ഥലം തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 6 വർഷം ആകാൻ പോകുന്നു. ഈ അവസരത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ അഭിനന്ദ പിതാവ് നൽകിയ ആ വലിയ സ്നേഹവും പ്രാർത്ഥനയും പിതാവിൻ്റെ ആ പ്രത്യേകമായിട്ടുള്ള കരുതലുമെല്ലാം തന്നെയാണ് ഇവിടെ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ശക്തി വൈദികരായ ഞങ്ങൾക്കും സിസ്റ്റേഴ്സിനും അതുപോലെ അൽമായ പ്രവർത്തകർക്കും എല്ലാം തന്നെ ലഭിച്ചിട്ടുള്ളത്. എത്ര തന്നെ പറഞ്ഞാലും മതിയാവുകയില്ല പിതാവിനെ കുറിച്ച്, അതിനുള്ള സമയമല്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കത്തിൽ അഭിനന്ദ പിതാവിൻ്റെ വലിയ സ്നേഹത്തിന്, ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഇന്ന് ഈ ഒരു ദിവസം വന്ന് മനോഹരമായ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. അതിനുശേഷം പരിശുദ്ധമായ ബലി അർപ്പിച്ച് അതിമനോഹരമായ സന്ദേശം പ്രേക്ഷിത വര്യൻ ആവിസ്ത ഫ്രാൻസിസ് സേവിയറിനെ കുറിച്ച് ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. അഭിനന്ദ പിതാവിന് ഞങ്ങളുടെ ഈ ഇടവ കുടുംബത്തിലെ ഓരോ കൊച്ചുമക്കളുടെയും യുവജനങ്ങളുടെയും എല്ലാ സഹോദരങ്ങളുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും സിസ്റ്റേഴ്സിൻ്റെയും വൈദികരുടെയും നാമത്തിലുള്ള സ്നേഹനിർഭരമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. പിന്നെ പിതാവ് ഒരു മരിയ ഭക്തനാണ്. അപ്പോൾ പിതാവിന് എന്ത് സമ്മാനം കൊടുക്കുമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒരു ചിന്തയിൽ നിന്നുള്ള ഒരു കൊച്ചു സമ്മാനം പരിശുദ്ധ അമ്മയുടെ ഒരു രൂപമാണ് ഇപ്പോൾ നൽകുന്നത്. സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് പരിശുദ്ധ ബലിയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന റവറൻ ഡോക്ടർ വിൻസെൻ്റ് സാബു അച്ഛൻ നമ്മുടെ മൺസിനോർ ജി ക്രിസ്താസച്ചൻ്റെ കുടുംബത്തിലെ അംഗമാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു തിരുനാൾ ആഘോഷത്തിന് പങ്കെടുക്കുമെന്ന് അച്ഛൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ കാരോട് ഇടവക അംഗമാണ്. അദ്ദേഹം ജർമ്മനിയിലാണ് ഇപ്പോൾ തൻ്റെ ശുശ്രൂഷ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി വിദേശത്ത് ശുശ്രൂഷ ചെയ്ത് നമ്മുടെ രൂപതയെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. വളരെയേറെ കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. റോമിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ശേഷമാണ് തൻ്റെ ജർമ്മനിയിലെ ശുശ്രൂഷ പ്രവർത്തനത്തിനായിട്ട് പോയത്. വിദേശത്തായിരിക്കുമ്പോഴും പലപ്പോഴും അദ്ദേഹം വിളിച്ച് എന്നോട് സ്നേഹത്തോടെ നമ്മുടെ ഈ പ്രദേശത്തിലെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അദ്ദേഹം ആരായാറുണ്ട്. സ്നേഹവും കരുതലും എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട വൈദികൻ. ഇന്ന് ഈ തിരുനാൾ ആഘോഷത്തിൽ സ്നേഹത്തോടെ നമ്മോടൊപ്പം ആയിരിക്കുന്ന പ്രിയങ്കരനായ റവറൻ ഡോക്ടർ വിൻസെൻ്റ് സാബുവിന് നമ്മുടെ ഇടവ കുടുംബത്തിൻ്റെ സ്നേഹനിർഭരമായ നന്ദി.
അഭിനന്ദ പിതാവിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട പ്രവീണച്ച് ഇന്ന് അഭിനന്ദ പിതാവിനോടൊപ്പമായിരുന്നു കൊണ്ട് ഇന്നുള്ള എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ട സഹായം ചെയ്തു. അതിലുപരിയായി നമ്മുടെ രൂപതയെ വളരെ നല്ല രീതിയിൽ നയിക്കുന്ന അഭിനന്ദ പിതാവിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു. അഭിനന്ദ പിതാവിനോടൊപ്പം നിന്ന് അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കുന്ന സഹായിക്കുന്ന ഇന്ന് ഈ ബലിയിൽ നമുക്ക് വേണ്ടി പങ്കെടുക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രിയങ്കരനായ പ്രവീണച്ചന് ഞാൻ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് 5 മണി മുതൽ നമ്മുടെ വിവിധ കുരിശടികൾ കേന്ദ്രീകരിച്ച് നമ്മുടെ 18 യൂണിറ്റിലെയും നമ്മുടെ കുടുംബാംഗങ്ങൾ ഓരോ യൂണിറ്റ് വീതം ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് ദേവാലയ അങ്കണത്തിലേക്ക് കടന്നു വന്നു. ആ അവസരത്തിൽ പ്രത്യേകമായിട്ടുള്ള ആശീർവാദം നൽകി നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഇടവക വൈദികർ സ്വീകരിച്ചു. നിങ്ങളെല്ലാവരും വളരെ ത്യാഗത്തോടു കൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നെനിക്കറിയാം. ഇന്ന് ഈയൊരു തിരുനാൾ ദിനത്തിൽ വളരെ ഭംഗിയായി ഓരോ യൂണിറ്റിൽ നിന്നും പ്രദക്ഷിണമായി കടന്നു വന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകം അനുമോദിക്കുന്നു. ഈ തിരുനാൾ ആഘോഷത്തിൽ ആയിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് മാലാഖവേഷം അണിഞ്ഞൊക്കെ എത്തിയ കുഞ്ഞുമക്കൾ എല്ലാ പല യൂണിറ്റുകളുമൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം വളരെ കളർഫുള്ളാക്കുവാനായിട്ട് ശ്രദ്ധിച്ച പ്രിയപ്പെട്ട യൂണിറ്റ് ലീഡേഴ്സിനും അതുപോലെ തന്നെ കുടുംബങ്ങളിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് 3 കുടുംബ യൂണിറ്റുകളാണ്: വലിയവിള, കുളങ്ങരവിള, കാരയ്ക്കാവിള. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ച്, പ്രത്യേകിച്ച് ദീപലിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണം, വായനകൾ, വിശ്വാസികളുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ കാഴ്ചവയ്പ് എല്ലാം തന്നെ ഭംഗിയായി നിർവഹിച്ച 3 കുടുംബ യൂണിറ്റുകളിലെയും ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. നാളെ തിരുനാളിൻ്റെ 2ാം ദിവസമാണ്. കുട്ടികളുടെ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ദിവസം സമയത്തിൽ അല്പം വ്യത്യാസപ്പെടുത്തി പ്രത്യേകമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. 4:30 മണിക്കായിരിക്കും ബൈബിൾ പാരായണം, തുടർന്ന് ജപമാല, ലിറ്റനി, 5:45 സമൂഹ ദിവ്യബലി. കാരണം നമുക്ക് നാളെ ധ്യാനം ആരംഭിക്കുന്ന ദിവസമാണ്. നാളെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് മണ്ണക്കല്ല്, താഴയ്ക്കാമണ്ണടി BCC യൂണിറ്റുകളാണ്. എല്ലാം മനോഹരമായിട്ട് ക്രമീകരിക്കുവാനായിട്ട് പ്രത്യേകം താല്പര്യപ്പെടുന്നു. നാളെ നടക്കുന്ന എഫാത്ത കുടുംബ നവീകരണ ധ്യാനം എല്ലാവരും, നമ്മുടെ എല്ലാ കുടുംബ അംഗങ്ങളും കൃത്യമായിട്ടതിൽ പങ്കെടുക്കണം. നാളെ ദിവ്യബലി 5:45 ആരംഭിക്കുമ്പോൾ തന്നെ ദയവായി എല്ലാവരും അതിന് മുൻപായിട്ട് എത്തിച്ചേരുവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ധ്യാനം നയിക്കുന്ന ഗുഡ് ന്യൂസ് ടീം അംഗങ്ങളെ, അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ജോസഫ് കണ്ടെത്തിപ്പറമ്പിലച്ഛനെയും ടീം അംഗങ്ങളെയും നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാളെ മുഖ്യ കാർമ്മികനായിട്ട് നമുക്കായി ബലിയർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട സേവ്യർ ഷൈനച്ചനാണ്. നാളത്തെ കാര്യങ്ങളെല്ലാം മനോഹരമായിട്ടെല്ലാം ക്രമീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. യൂണിറ്റുകൾക്കുള്ള പ്രാക്ടീസ് ഇന്ന് ദിവ്യബലിക്ക് ശേഷം ഉണ്ടാകും. അതനുസരിച്ച് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. 3ാമത്തെ ദിവസമായി ഞായറാഴ്ചയിലെ ടൈം ടേബിള് ദയവായിട്ട് ശ്രദ്ധിക്കണം എല്ലാവരും. അന്നത്തെ സമയക്രമം: അന്ന് 3:45 ബൈബിൾ പാരായണം, ജപമാല, ലിറ്റനി. കൃത്യം 5 മണിക്കായിരിക്കും സമൂഹ ദിവ്യബലി. ഞായറാഴ്ച ആയതുകൊണ്ട് ഇപ്പം നേരത്തെ നമ്മൾ ദിവ്യബലിയും മറ്റും ക്രമീകരിക്കുകയാണ്.
6:45 തന്നെ ധ്യാനം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ്. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം ആയിരിക്കും നമുക്ക് കുമ്പസാരം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണേ. വിശുദ്ധരായ ഫ്രാൻസിസ് സേവ്യരെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണേ. ഉലകത്തിനെന്നും പുണ്യമായി ലോകം മുഴുവനും സാക്ഷ്യമായി കുരിശുവേണ്ടി യേശുവിൻ പാതയിൽ പതരാതെ നടന്നവരെ അനുഗ്രഹം ചൊരിയും പ്രിയ മക്കൾക്കായി. ഫ്രാൻസിസ് സേവ്യരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഫ്രാൻസിസ് സേവ്യരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സുവിശേഷത്തിൻ അഗ്നിജ്വാലയാൽ എന്നും കത്തിജ്വലിച്ചവനെ അത്ഭുത പ്രവർത്തനങ്ങളാൽ എന്നും ജീവിക്കുന്നവനെ. സുവിശേഷത്തിൻ അഗ്നിജ്വാലയാൽ എന്നും കത്തിജ്വലിച്ചവനെ അത്ഭുത പ്രവർത്തനങ്ങളാൽ എന്നും യേശുവിൻ ദാസനായി സ്വർഗ്ഗത്തിൽ വാഴും വിശുദ്ധനെ നിൻ മാധ്യസ്ഥ്യം തേടി വരുന്നു നിൻ മക്കൾ ഞങ്ങൾ. ഉലകത്തിനെന്നും പുണ്യമായി ലോകം മുഴുവൻ സാക്ഷ്യമായി കുരിശുവേണ്ടി യേശുവിൻ പാതയിൽ പതരാതെ നടന്നവരെ അനുഗ്രഹം ചൊരിയൂ നിൻ പ്രിയ മക്കൾക്കായി. ഫ്രാൻസിസ് സേവ്യരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഫ്രാൻസിസ് സേവ്യരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.